ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ടു പോയിരിക്കുകയാണ് കേട്ടോ. തനിക്ക് അഭയം തന്നവൾ തന്നെ ചതിച്ചിരിക്കുന്നു എന്ന സത്യം ഇനി മഞ്ചാടി മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ മഞ്ചാടി ആഷിഫിന്റെ അരികിലോട്ട് എത്താണ്. അപ്പോൾ തന്നെ ആഷിഫിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ജീവനെ അന്ന് നീ രാത്രി കൊണ്ടുപോയത്? അപ്പൊ പവിത്രനും മുരുകനും പറയുന്നുണ്ട്, അന്ന് ആഷിഫിനെ ഇവന് ആ അർദ്ധരാത്രിയിൽ നല്ല അടിയൊഴുക്കുള്ള സമയത്ത്, നല്ല മഴയും ഇടിയൊക്കെ ഉള്ള സമയത്ത് ഇവന് ജീവരാജിനെ കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിട്ടില്ല മഞ്ചാടി. ഇവനാണെങ്കിൽ അന്ന് വാ തുറന്നതാണ്, പിന്നീട് ഇവനൊരു അക്ഷരം മിണ്ടുന്നില്ല എന്ന് പറയട്ടോ. ഇതേ സമയം മഞ്ചാടിയുടെ മുഖമൊക്കെ ആകെ മാറി മറിയാണ്. സ്വന്തം ജീവരാജിന്റെ അച്ഛനും അമ്മയും കൂടി ഇല്ലാത്ത, അവർക്ക് പോലും ഇല്ലാത്ത അത്രയും വലിയ ആ ഒരു ദേഷ്യമൊക്കെയാണ് മഞ്ചാടിക്ക് വരുന്നത്. അങ്ങനെ മഞ്ചാടി മര്യാദക്ക് പറഞ്ഞ ആഷിപ്പ്, നിന്നെ അവൻ ഒരു ഫ്രണ്ട് ആയിട്ടല്ല കണ്ടിരിക്കുന്നത്, നിന്നെ ഒരു കൂടപ്പിറപ്പായിട്ടാണ് എൻ്റെ ജീവൻ കണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് എൻ്റെ ജീവനെ നീ ആ അർദ്ധരാത്രിയിൽ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നത്? സത്യം പറ, എൻ്റെ വീട്ടുകാരെങ്കിലും ഇതിന് പിറകിലുണ്ടോ? എന്നോട് പറ എന്നുള്ളത് മഞ്ചാടി പറയണേട്ടോ. അപ്പൊ ഇത് കേൾക്കുന്നതിനോട് കൂടി ആഷിഫ് ആകെ ഉത്തരം മുട്ടി പോവാണ്. ആ സമയം ജീവരാജിന്റെ അമ്മ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. ഇതേ സമയം ആഷിഫെ, എന്തിനാണ് എൻ്റെ മോനോട് നീ ചതി ചെയ്തത്? എൻ്റെ പൊന്നുമോൻ ഇവള് പറയുന്നത് പോലെ നിന്നെ കൂടപ്പുറപ്പായിട്ടല്ലേ കണ്ടിട്ടുള്ളത്. അവന് എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് ആഷിഫിന്റെ അനുസരിച്ചിട്ടായിരിക്കും. എന്നിട്ട് നീ അവനോട് ഈ ചതി ചെയ്തത് എന്തിന്? എൻ്റെ കുഞ്ഞ് അതിന് മാത്രം ദ്രോഹമൊന്നും നിന്നോട് ചെയ്തിട്ടില്ലല്ലോ. എന്തിനാണ് എൻ്റെ മോനെ കായലിൽ കൊണ്ട് തള്ളിയത്? എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്? എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ ചോദിക്കാൻ കേട്ടാ. അപ്പൊ ഈ സമയം ജീവരാജിനെ കൊണ്ട് മഞ്ചാടി പറയിപ്പിക്കുക തന്നെ ചെയ്യൂട്ടോ. മര്യാദക്ക് പറഞ്ഞു, അതല്ലെങ്കിൽ ഞാൻ പോലീസ് ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞ പിന്നീട് നീ പുറത്തോട്ട് വരില്ല. എൻ്റെ കംപ്ലൈന്റിന് അനുസരിച്ചിരിക്കും നിനക്കുള്ള മറുപടി കിട്ടില്ല എന്ന് പറയണ കേട്ടോ. അത് കേൾക്കുന്ന ആഷിഫ് പറയണേ, ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് ആഷിഫ് കാര്യങ്ങൾ പറയാണ്. എനിക്ക് അന്ന് രാത്രി സുശീലാൻറ്റി വിളിച്ചിരുന്നു. സുശീലാൻറ്റി വിളിച്ചിട്ട് ജീവരാജിനെ അവിടെ നിന്ന് കൊണ്ടുവരണമെന്നും കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ജീവരാജിനെ കൊണ്ടുവന്നാലാണ് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അവരൊരു അപകടമുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു. അത് പ്രകാരമാണ് ഞാൻ അവിടെ നിന്നും ആ രാത്രി ആ അടിയൊഴുക്കുള്ള സമയത്ത് ഞാൻ തുരുത്തി നിന്നും ജീവരാജിനെ കൊണ്ടുവന്ന് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി മഞ്ചാടിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈശ്വര, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതുവരെ താൻ വിശ്വസിച്ചിരുന്ന സുശീലാൻറ്റി പണ്ടത്തെ ആ ചതി വീണ്ടും എടുത്തോ എന്ന ആ ഒരു തോന്നൽ മഞ്ചാടിക്കുള്ളിൽ തോന്നണിട്ടോ. ഈ സമയം മുരുകൻ ചോദിക്കും, എന്താ ഈ പറയുന്ന സുശീലാൻറ്റിയോ? അവര് വിളിച്ചിട്ടാണ് ഞാൻ ജീവരാജിനെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. പക്ഷെ അവരെന്തിനാണ് കൊണ്ടുവരാൻ വന്നതെന്ന് എനിക്കറിയില്ല. അവിടെ നിന്ന് ജീവരാജിനെ ആ സമയത്ത് കൊണ്ടുവരണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടോ. താലിയും മാലയും ഒന്നും എടുക്കണ്ട, അത് പിറ്റേ ദിവസം മറ്റുള്ളവർ കൊണ്ടുവരും എന്നും അവരെന്നോട് പറഞ്ഞു. അത് പ്രകാരമാണ് ഞാൻ കൊണ്ടുവന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ള ആ സത്യം ഇങ്ങനെ പറയാൻ കേട്ടോ. അതൊക്കെ കേൾക്കുന്നതിനോട് കൂടിയിട്ട് മഞ്ചാടി വല്ലാതെ അങ്ങ് തകർന്നു പോവാണ്. അങ്ങനെ മഞ്ചാടിക്ക് നിൽക്കാൻ കഴിയില്ല. തൻ്റെ പ്രാണൻ അത് അവിടെ തന്നെ ഉണ്ട്, ജീവരാജ് എങ്ങോട്ടും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനെയും അമ്മയെയും വിളിച്ചും കൊണ്ട് മഞ്ചാടി പോവാണ് കേട്ടോ തുരുത്തിലോട്ട്. അങ്ങനെ തുരുത്തിലെ ആ ഒരു കായലിലെത്തുമ്പോൾ തന്നെ മഞ്ചാടിയുടെ മനസ്സിൽ ഒരു ഉൾവിളി വരികയാണ്, ജീവൻ മരിച്ചിട്ടില്ല, ജീവരാജ് ഇവിടെ ഉണ്ട് എന്നുള്ള ആ ഉൾവിളി കേട്ടോ. അങ്ങനെ വഞ്ചിയിലോട്ട് കയറാണ്. വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവരാജിന്റെ ആ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അതായത് മഞ്ചാടിയും ജീവരാജും തൻ്റെ അച്ഛനെ പേടിച്ചും കുടുംബാംഗങ്ങളെ പേടിച്ചും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട ആ ഒരു സീനുണ്ടല്ലോ, അതിങ്ങനെ ഓർമ്മകളിൽ വരികയാണ്. ആ സമയം മഞ്ചാടി ഉറക്കെ പറയണേ, ഇല്ല, എൻ്റെ ജീവൻ പോവില്ല, കാരണം ഞാനും എൻ്റെ ജീവനും കൂടിയാണ് ഈ വഞ്ചിയിൽ ആദ്യമായി തുരുത്തിലോട്ട് പോയത്. അതുപോലെ അവന് എന്നെ വിട്ടുപോകാനും കഴിയില്ല, അവൻ എവിടെയോ ഉണ്ട്, അവൻ വരും എന്നുള്ള ആ പ്രതീക്ഷ ആ അച്ഛനും അമ്മക്കും കൊഴിക്കണിട്ടോ. പിന്നീട് മഞ്ചാടി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടെങ്കിലും അവരുടെ സമനിലയും തെറ്റിത്തുടങ്ങണം കേട്ടോ. പിന്നീടാണെങ്കിലോ മോനിച്ചായന്റെ ഭാര്യയുടെ അടുത്തോട്ട് എത്താണ്. മോനിച്ചായനെ കണ്ട ഉടൻ തന്നെ മഞ്ചാടി പൊട്ടി കരയാൻ കേട്ടാ. മോനിച്ചായ എന്ന് പറയാൻ. അപ്പോഴേക്കും ആ അമ്മയെ കാണുമ്പോൾ മഞ്ചാടി അവരെ കെട്ടിപ്പിടിച്ച്, എൻ്റെ ജീവൻ മോളെ, ഞാൻ ഇങ്ങരോട് പറഞ്ഞതാണ് അടിയൊഴുക്കുള്ള സമയത്ത്, നല്ല മഴയുള്ള സമയത്ത് ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണ്ടെന്ന്. ഇങ്ങനെ കേട്ടില്ല. ഇങ്ങനെ ആഷിഫിന്റെ വാക്കുകൾക്ക് വില കൊടുത്തു. ഇപ്പോഴെന്താ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ മഞ്ചാടി, ഇല്ല, എൻ്റെ ജീവൻ ഒരിക്കലും പോവില്ല, എൻ്റെ ജീവൻ ഇവിടെ ഉണ്ട്, ഇവിടെ എവിടെയോ ഉണ്ട്, അവൻ പോയിട്ടില്ല, അവൻ തിരികെ വരും എന്നുള്ള ആ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ തൻ്റെ ആ ഒരു സമനില തെറ്റില്ല, താൻ ഉറച്ച നിലപാടിൽ തന്നെ മഞ്ചാടി
മഞ്ചാടി നിൽക്കുകയാണ്. ഇതേ സമയം മാഷാണെങ്കിലോ ഇതിനിടയ്ക്ക് സത്യനും ഷ്യാമും വിവരങ്ങൾ അറിഞ്ഞിട്ട് സത്യനും ഷ്യാമും കൂടി ഇറങ്ങാണ് ഹോസ്പിറ്റലിലോട്ട്. ആഷിഫിനോട് എന്താണ് സംഭവം ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സത്യന് എന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നുണ്ട്. കാരണം സത്യന് ഇങ്ങനെ ഇന്ദ്രൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ ആരുടേതാണെന്ന് അറിയുന്നില്ല, ആ നമ്പർ ആണെങ്കിൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്, അത് മനസ്സിലാവുന്നില്ല. എന്നാൽ അമ്മയുടെ അറ്റാക്കിന് പിറകിൽ അതെന്തോ ആണ് എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ആ നമ്പറിന്റെ ഉടമ ആരാണെന്ന് കണ്ടെത്തുന്നുണ്ട്. സത്യനും ഷ്യാമും കൂടിയിട്ട് അത് ആഷിഫാണെന്ന് കണ്ടെത്താണ്. പിന്നീട് ഇവരിങ്ങനെ ഹോസ്പിറ്റലിലോട്ട് എത്താണ്. അപ്പോഴാണ് മഞ്ചാടി ഇങ്ങനെ ആഷിഫിനെ കണ്ട് തുരുത്തിലോട്ട് പോകാൻ ഒരുങ്ങുന്ന ആ ഒരു സമയമാകട്ടോ. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയ മഞ്ചാടിയെ കണ്ടോടെ തന്നെ സത്യൻ ആഷിഫിനെ കണ്ടോ. അപ്പോഴും തന്നെ മഞ്ചാടി പറയാണ്, ഞാൻ എല്ലാം കൊണ്ടും എനിക്ക് പെരുവഴിയിലോട്ട് പോയപ്പോഴും എന്നെ മറ്റുള്ളവർ പിച്ചു ചീന്താൻ നോക്കിയപ്പോഴും സുശീലാന്റിയും ഇന്ദ്രേട്ടനുമാണ് എന്നെ കൈപ്പിടിച്ച് കയറ്റിയത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവനെ ഇന്നിപ്പോൾ എനിക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ സുശീലാന്റിയുടെ കൈകൾ കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. കേൾക്കുന്ന സത്യൻ എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ് ആഷിഫിനോട് സുശീലാന്റി പറഞ്ഞിട്ട് അത്രേ ജീവരാജിനെ അന്ന് ആ തുരുത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത് എന്ന് പറയുമ്പോൾ സത്യനാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്താ നീ പറഞ്ഞത്? അതെ, അത് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. സുശീലാന്റി എന്നെ ചതിച്ചിരിക്കുകയാണെങ്കിൽ സുശീലാന്റിയെ ഞാൻ വെറുതെ വിടില്ല, സുശീലാന്റിയെ അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ഇതിന് പിറകിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ തുരുത്തിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് അവർ പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ആഷിഫിന്റെ അടുത്തോട്ട് സത്യനും ഷ്യാമും എത്താണ്. ഉടനെ ആഷിഫിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ സത്യമുള്ളത് പറയണം, നീ എന്തിനാണ് ജീവരാജിനെ അത്രയും ഇടിയും മഴയും അടിയൊഴുക്കൊക്കെയുള്ള സമയത്ത് നീ ജീവരാജിനെ അവിടെ നിന്നും വിളിച്ചു കൊണ്ടുവന്നത്? അത് പറയടാ എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം പറയാൻ പറ്റാതെ ഇങ്ങനെ ആകെ ഇങ്ങനെ പകച്ചു നിൽക്കുക കേട്ടോ. എന്താടാ ചോദിച്ചതിന് മറുപടി ഇല്ലേ എന്ന് വീണ്ടും അവർ പറഞ്ഞ ഉടൻ തന്നെ പറയാണ്, അത് എന്നോട് സുശീലാന്റി പറഞ്ഞിട്ട്. സുശീലാന്റി നിന്നോട് വേറൊന്നും പറഞ്ഞില്ലേ എന്ന് ഷ്യാം ചോദിക്കാണ്. അത് കേട്ട ആഷിഫ് ഇങ്ങനെ പരുങ്ങുന്നുണ്ട് കേട്ടോ. ഇതിന് ഉത്തരം എന്ത് നൽകും എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ആഷിഫ് പരുങ്ങുമ്പോൾ ഉടൻ തന്നെ മറുപടി പറയടാ എന്ന് സത്യം പറയട. മറുപടി പറയിക്കാൻ ഞങ്ങൾക്ക് നിന്നെ കൊണ്ട് നന്നായി അറിയാം. സുശീലാന്റി എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ജീവരാജിനെ അവിടെ നിന്ന് കൊണ്ടുവരണം, അവിടെ അപകടമുണ്ട്, ജീവരാജിന്റെ കല്യാണം മുടക്കാൻ വേണ്ടി തുരുത്തിലോട്ട് എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് അവനെ അവിടെ നിന്ന് രക്ഷിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു, അതുപ്രകാരം ഞാൻ ചെയ്തു എന്ന ആഷിഫ് പറയത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഈ സമയം പിന്നീട് നേരെ മാഷും അതുപോലെ അമ്പിളിയും രഘു എല്ലാവരും ഇന്ദ്രനെ വിളിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രനോട് പറയണേ എനിക്ക് പെട്ടെന്ന് എൻ്റെ മോളെ കാണണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മാഷിനോട് ഇന്ദ്രൻ പറയണം അവിടെ ഇല്ല, അവള് പോയിരിക്കുന്നു, അവള് ജീവരാജിന്റെ അച്ഛനും അമ്മയുടെയും കൂടെ പോയിരിക്കുന്നു എന്ന് പറയണം. അപ്പൊ നിന്നെ ഒന്ന് നേരിട്ട് കാണണല്ലോ, നീ അനുപമയുടെ വീട്ടിലോട്ട് വരുമോ? ആ വരാമെന്ന് പറയണം. പിന്നീട് അവര് തമ്മിലുള്ള ആ ഒരു സംസാരമാണ് കേട്ടോ. എനിക്ക് എൻ്റെ മകളെ എങ്ങനെയെങ്കിലും നേരിട്ട് കാണണം, അതിനുള്ള ഒരു ഏർപ്പാട് ഇന്ദ്രൻ നീ ചെയ്യണം, കാരണം എൻ്റെ മകൾ ഇപ്പൊ വീണൊടുന്ന് എണീപ്പിക്കേണ്ട ആ ഒരു ഇത് എനിക്കാണ്, അവളെ ഒന്ന് പിടിച്ചു നിർത്തി കൊടുക്കണ്ടേ, അവൾക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ ഒരിക്കലും അവൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൾക്കൊപ്പം നിന്ന് അവളുടെ ഈ പറയുന്ന ജീവരാജിനെ അന്ന് അവിടെ നിന്ന് ആരാണ് പിടിച്ചിറക്കി കൊണ്ടുവന്നതെന്നും എന്താണ് ശരിക്കും സംഭവിച്ചതെന്നും അത് അറിയേണ്ടിയിരിക്കുന്നു എന്ന് മാഷും പറയുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും ഇന്ദ്രന്റെ സഹായം മാഷ് തേടുകയാണ്. അങ്ങനെ ഇനി എന്തായാലും ഇതിന് പിറകിൽ കളിച്ചത് വേറൊരു വ്യക്തിയാണ്, അത് ഇനി പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ.